എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഈ മേജർ രവിക്കെതിരെ പ്രതിഷേധവുമായി പച്ചക്കറി കച്ചവടക്കാരുടെ സംഘടന. പുതിയ പരാതി എഴുതിക്കോ. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അത് കയ്യിലിരിപ്പിന്റെയാ. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഇറങ്ങി വന്നത് പട്ടാളത്തിൽ നിന്നാണ്, അതല്ലാതെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നല്ല എന്നുള്ള മേജർ രവിയുടെ പരാമർശമാണ് വിവാദത്തിന് അടിസ്ഥാനം. എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീണ്ടല്ലോ. മേജർ രവിയുടെ വാക്കുകൾ പച്ചക്കറി മേഖലയെ വേദനിപ്പിച്ചു എന്നാണ് കേരള വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷൻ പറയുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വ്യാപാരികൾ പറയുന്നു. കുടുങ്ങിന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. മേജർ രവി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അല്ല അത് പിന്നെ CJPയുടെ ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് പല വിവാദ പരാമർശങ്ങളും മേജർ രവി നടത്തിയിരുന്നു. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതിനിടയിലാണ് ഇത്തരം ഒരു വിവാദ പരാമർശം അദ്ദേഹം നടത്തിയത്. അത് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കാർഡുകളായും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്തു. ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് കേരള വെജിറ്റബിൾ മർച്ചന്റ്സ് അസോസിയേഷൻ അതിൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ഞാൻ ഇറങ്ങി വന്നത് പട്ടാളത്തിൽ നിന്നാണ്, അല്ലാതെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നല്ല. മതി പറയല്ലേ എന്താ മാധവ അത്? അതാരും മറക്കേണ്ടതില്ല എന്നാണ് മേജർ രവി പറഞ്ഞത് എന്നാണ് ഈ മർച്ചന്റ്സ് അസോസിയേഷൻ പച്ചക്കറി വ്യാപാരികളുടെ സംഘടന പറയുന്നത്. ഏത് തൊഴിലിനും അതിന്റേതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. അവരെയൊക്കെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പരാമർശം മേജർ രവി നടത്തിയിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അവരുടെ ആവശ്യം ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം, മേജർ രവി മാപ്പ് പറയണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വെജിറ്റബിൾ അസോസിയേഷന്റെ ഈ വ്യാപാരികളുടെ സംഘടനയുടെ ഇപ്പോഴത്തെ തീരുമാനം. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി ഞാൻ വന്നിട്ട് തരാട്ടോ.